തന്നെ അസ്വസ്ഥമായ ഒരു മനസ്സോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടായാൽ ഭയങ്കര സന്തോഷമില്ല. എന്നാൽ സങ്കടകരമായ എന്തെങ്കിലും സംഭവിച്ചാലോ ആകെ ഡെസ്പായി തകർന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു പ്രകൃതിയും മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറയണേ, ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ അപകടം ഉണ്ടാവില്ല. എങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാര് കൃത്യമായി ദായിമായി സ്ഥിരമായി കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണോ ഓന്റെ മനസ്സിന് ഈ പ്രശ്നം ഉണ്ടാവൂല. ഏത് പ്രശ്നം ഉണ്ടാവൂല? എന്തേലും ഗുണുണ്ടാകുമ്പോ അമിതമായി കുപ്പി പൊട്ടിച്ച് സന്തോഷിക്കുക, എന്തേലും സങ്കടം ഉണ്ടാകുമ്പോ ഷാളിന്റെ തലക്കല് ജീവിതം അവസാനിപ്പിക്കുക. ഈ ഒരു ദുരവസ്ഥ ഒരു നിസ്കരിക്കുന്ന മനുഷ്യൻ ഉണ്ടാവൂല. കാരണം എന്താ പറയുക? അവന് അവന്റെ ജീവിതത്തിലെ ഏതു പ്രയാസമുള്ള സമയത്തും ഈ ആത്മഹത്യ എപ്പോഴും ഉണ്ടാവലും. എനിക്കിനി ആരുമില്ലല്ലോ, എന്റെ കാര്യം പറയാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്റെ മുമ്പിൽ ഇനി യാതൊരു വാതിലും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ മരിക്കട്ടെ എന്ന് തീരുമാനിക്കല. എന്നാൽ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ ഒരിക്കലും ഒറ്റക്കാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ പിടിച്ച വാർത്ത കേൾക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കും, യാ ബിലാൽ, യാ ബിലാൽ, അലിഖ്നാ യാ ബിലാൽ ബിസ്സലാത്ത്. ബിലാലെ, അയാളെ ബാങ്ക് കൊടുക്കാനായില്ലേ? ബാങ്ക് കൊടുക്കാനായി, ബാങ്ക് കൊടുത്ത ഒരു റാഹത്ത് കിട്ടട്ടെ മനുഷ്യന്. ബിലാലിനെ വിളിക്കുക, ബാങ്ക് കൊടുക്കാനായോ, നിസ്കരിക്കാനായില്ലേ? എന്താണ്? ഏത് പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസവുമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ എത്തിയിട്ട് ആ പ്രയാസങ്ങൾ റബ്ബിനോടങ്ങട്ട് പറഞ്ഞാൽ തീർന്നു. കാരണം എന്തിനും കഴിവുള്ള ഒരാളെയാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഏൽപ്പിക്കുന്നത്. ഒരിക്കലും തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനോടാണ് നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആ റബ്ബിനോട് ഒരു കാര്യം പറയാൻ ഒരു എന്താ പറയാ, ഈ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടികളില്ല, കുറേ വയസ്സായിക്കുന്നത്. പ്രാർത്ഥിച്ച് 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 കുട്ടികളുണ്ടാവാൻ അവസാനം പ്രാർത്ഥന നിർത്തിവെച്ചിരിക്കണേ. അപ്പോഴാണ് മറിയം ബീവി പള്ളിയിൽ വരുന്നത്. കഥ നിങ്ങൾക്ക് അറിയാലോ. ആ മറിയമ്മിനെ സംരക്ഷിക്കേണ്ട ചുമതല നറുക്കെടുപ്പില് സക്കരിയ നബിക്കാണ് കിട്ടി. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ നോക്കാം, ഞങ്ങൾ നോക്കാം. എല്ലാവരും തർക്കിച്ചപ്പോ നറുക്ക് വീട് സക്കരിയ നബിക്ക്. മറിയം എന്ന പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിലാണ് വളരുന്നത്. അപ്പോ മറിയമ്മിന് എന്തെങ്കിലും ചോറ് കൂട്ടാനൊക്കെ ആയിട്ട് സക്കരിയ നബി വരുമ്പോ കാണാം മറിയമ്മിന്റെ മുമ്പിൽ ഈ ലോകത്ത് കാണാത്ത സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങള്. അപ്പൊ സക്കരിയ നബി അത്ഭുതപ്പെട്ട് ചോദിക്കും, അന്നാലക്ക് ഹാദ, എവിടുന്ന മോളെന്നൊക്കെ കിട്ടിയത്? പഠിച്ചോ തന്നാണെന്നാ മറുപടി. ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് പിന്നീട് പൂതി, പഠിച്ചോനെ ഇരിക്കുന്നേ പോലെ സാലിഹായ കുട്ടി ഉണ്ടായെങ്കിൽ ആ കുട്ടിക്കും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. സൂറത്തുൽ മറിയമില്ലേ, അല്ലെ? സൂറത്ത് മറിയമിന്റെ അർത്ഥത്തില് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥന അല്ല പറയണേ, പതുങ്ങിയ ശബ്ദത്തിൽ അദ്ദേഹം അല്ലാഹനെ വിളിച്ചിട്ട് പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് പ്രാർത്ഥിക്കണേ, റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. പഠിച്ചോനെ വയസ്സായിക്കണേ, മുടിയൊക്കെ നിരച്ച് വെള്ളി പോലെ ഇരിക്കണേ, അസ്ഥികളൊക്കെ വളഞ്ഞ് ആകെ 7 പോലെ ഇരിക്കണേ, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ കിടന്ന് പ്രാർത്ഥിക്കാൻ, പഠിച്ചോനെ എനിക്കൊരു കുട്ടിയെ കൊണ്ട് റബ്ബേ. അദ്ദേഹം പറയണേ, പഠിച്ചോൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇജി വിചാരിച്ചാലേ എനിക്ക് ഇപ്പോഴും ഒരു കുട്ടിനെ തരാൻ നിനക്ക് കഴിവുണ്ട്, വയസ്സായതുകൊണ്ട് ഈ സക്കരിയാക്ക് ഒരു കുട്ടിയെ കൊടുക്കാൻ എന്നെ കൊണ്ടാവൂല എന്ന് പറയുന്നവനല്ല റബ്ബ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ. അതുകൊണ്ട് റബ്ബേ എനിക്ക് ഇപ്പോഴും പ്രതീക്ഷ ഉണ്ട്, പ്രാർത്ഥിക്കുമ്പോ എനിക്കൊരു കുട്ടിയെ തരാൻ കഴിവുള്ളവനാണ് നീ. കിട്ടിയില്ല, കുട്ടിനെ കിട്ടി. ആ കുട്ടിയാണ് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ നമസ്കാരം എന്നത് നമ്മുടെ ജീവിതത്തിന് വല്ലാത്ത ആശ്വാസവും ആത്മധൈര്യവും നൽകുന്ന സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നിസ്കാരത്തെയാണ് പ്രതീക്ഷിക്കാറ്, അല്ലെ? ഒരിക്കൽ ഒരു രാവിലെ പെട്ടെന്ന് ഇരുട്ടായി, നേരം പെടുത്തി വെളിച്ചായി, പക്ഷെ പെട്ടെന്ന് ഇരുട്ടായി. ആൾക്കാരൊക്കെ കൂടെ പേടിച്ച് എന്താ പറ്റിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തോളിലെ മുണ്ടൊക്കെ വലിച്ചുകൊണ്ട് പാഞ്ഞ് പള്ളിക്കൊക്കെ ഓടി ആ നിസ്കാരം തുടങ്ങി. അപ്പൊ ഗ്രഹണം തീരോളം നിസ്കരിച്ചു, അല്ലെ? ഭയപ്പാടുകൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതിന് ആശ്വാസം കണ്ടെത്തുന്നത് നിസ്കാരത്തിലൂടെയാണ്. രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം
അത് മനുഷ്യന് നൽകുന്ന ഗുണങ്ങൾ കുറച്ചൊന്നുമല്ല, അത് മനുഷ്യനുണ്ടാകുന്ന ആത്മവിശ്വാസങ്ങളും കുറച്ചൊന്നുമല്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നിസ്കാരത്തിന് സമയമൊന്നും മാത്രമല്ല, അതിന്റെ സമയമുണ്ട്, രൂപമുണ്ട്. അത് ജമാഅത്തായിട്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണ്ടേ, പള്ളിയിൽ നിസ്കരിക്കണ്ടേ. ആണുങ്ങളില്ലേ, ബാങ്ക് കേട്ടില്ല നിങ്ങള്? എന്താ ബാങ്കില് ഇപ്പൊ ബാങ്ക് കൊടുത്തല്ലോ, യശാ ബാങ്ക് കൊടുത്തല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാത്ത്. എന്താ വിളിച്ചത്? നിസ്കരിക്കാൻ സമയമായിക്കുന്ന പറഞ്ഞേ, ജനങ്ങളെ നിസ്കരിക്കാൻ സമയമായിക്കണ്, എല്ലാവരും പഴി നിസ്കരിച്ചോളിന്നാ പറഞ്ഞ അല്ലല്ലോ. ഹയ്യ അലസ് സ്വലാത്ത്. ഹയ്യ അല അർത്ഥം എന്താ അറിയോ? വരിന്നാണ്, വരിൻ. ഹയ്യ അലസ് സ്വലാത്ത് നിസ്കരിക്കാൻ സമയമായിക്കുന്നല്ല പറഞ്ഞേ. അത് കാമത്ത് കൊടുക്കുമ്പോ ഖദ് ഖാമത്തിസ് സ്വലാത്ത് നിസ്കരിക്കാൻ കേട്ടോ സമയമായിക്കുന്നത്. ബാങ്കല്ല, ഹയ്യ അലസ് സ്വലാത്ത് നിസ്കരിക്കാൻ വരിന്നാണ്. നിസ്കരിക്കാൻ വരി എന്ന് പറഞ്ഞാല് അതിനെങ്ങനെയാ മറുപടി കൊടുക്കണ്ടേ? ഇതാ വരുന്നതാ ചെന്നോളണം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ പ്രസിദ്ധമായ കഥല്ലേ, കണ്ണു കാണാത്ത അബ്ദുള്ള വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളുണ്ടായി മദീനത്ത്. ആ ആള് പോയപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആളില്ലാതായപ്പോ അബ്ദുള്ള പ്രവാചകനോട് ചോദിക്കുക, റസൂലെ പെരീന്ന് കണ്ട് കൊണ്ടുവരാൻ ആളില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിസ്കരിക്കാൻ പോരാ, കണ്ണാണില്ലല്ലോ. റസൂൽ ആയിക്കോട്ടെ. പക്ഷെ അപ്പൊ തന്നെ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹയി പറ്റൂല. പ്രവാചകനെ വിളിച്ച് അബ്ദുള്ള എന്റെ വീട്ടിൽ ബാങ്ക് കേൾക്കോ? കേൾക്കും നബിയെ. അവിടെ വന്നോളണം എന്നാ പറഞ്ഞ, ഇവിടെ വന്നോളണം നിസ്കരിക്കാൻ. പിറ്റേന്ന് കണ്ടത് അബ്ദുള്ളയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് ഒരു കയറിങ്ങനെ കെട്ടിയേക്കുക. ആ കയറിനെ പിടിച്ച് ഇങ്ങനെ അന്ധനായ അബ്ദുള്ള നിസ്കരിക്കാൻ വരും 5 നേരം. ഇസ്ലാമില് അബ്ദുള്ളക്ക് വേണ്ടി മാത്രമായിട്ടൊരു നിയമമൊന്നുമില്ല കേട്ടോ, അതെല്ലാ മുസ്ലിങ്ങൾക്കും ആ നിയമം ബാധകമാണ്. ഹയ്യ അലസ് സ്വലാത്ത് എന്ന് നമ്മുടെ വീട്ടിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉള്ളിടത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ഹയ്യ അലസ് സ്വലാത്തിന് മറുപടി കൊടുത്തോളണം എന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, കാരണങ്ങളില്ലാതെ ഒരാൾ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ ലാ സ്വലാത്ത ലഹു, ഓന്റെ നിസ്കാരമായിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. കാരണം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഖുർആൻ പ്രയോഗിച്ച പദം ഒരു ബഹുവചന. നിങ്ങൾ റുകൂ ചെയ്യുന്നവരുടെ കൂടെ റുകൂ ചെയ്യുവിൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ സുജൂദ് ചെയ്യുവിൻ, ഒക്കെ കൂട്ടത്തിലാ പറഞ്ഞേ. ഇനി എന്തെങ്കിലും കാരണത്താൽ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാൻ എവിടുന്നോ വീട്ടിന്നോ മാറുമ്പോ, ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈറ്റിന്നോ ബസ്സിന്നോ കടലിന്നോ കരയിന്നോ അയാൾക്ക് എവിടുന്ന് നിസ്കരിക്കാം. പക്ഷേ പള്ളിയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം ജമാഅത്തായിട്ട് നിസ്കരിക്കണം. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയുണ്ട്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. സ്വല്ലു, നിങ്ങൾ നിസ്കരിക്കും, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതേ രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കുകയും. നിസ്കാരത്തിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. നിൽക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ കൃത്യമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സ്വഹാബത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. സുജൂദ് ചെയ്തപ്പോൾ പ്രവാചകൻ തന്റെ കൈകൾ നിലത്തിങ്ങനെ ഒതുക്കി വെച്ചു. റുക്കൂ ചെയ്തപ്പോൾ കാൽമുട്ടിൽ വിരലുകൾ ഇങ്ങനെ പരത്തി വെച്ചു, ഒന്നും വിട്ടിട്ടില്ല. വിരല് തള്ളവരലെങ്ങനെ എങ്ങനെ വെച്ചു, എവിടെ എങ്ങനെ, ഓരോന്നും എത്ര കൃത്യമായിട്ടാണ് പ്രവാചകന്റെ നിസ്കാരത്തെ സഹാബത്ത് പടർത്തിയത്. ഒരിക്കൽ ഒരാൾ നിസ്കരിച്ചു പോയപ്പോൾ റസൂൽ പറഞ്ഞു, ഇവിടെ വാറണം, അയാളുടെ നിസ്കാരം ശരിയായില്ല, ഇനി നിസ്കരിക്കുക. അയാൾ വീണ്ടും നിസ്കരിച്ചു, അയാൾ ഇറങ്ങിയ റസൂൽ പറഞ്ഞു, ഇവിടെ വാ, ശരിയായിട്ടില്ല, വിളഞ്ഞു നിസ്കരിക്കുക. 3ാമത് നിസ്കരിപ്പിച്ചു. അപ്പൊ അയാൾ, റസൂലെ എനിക്ക് ഇങ്ങനെയല്ല